പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. നമ്മൾ മക്കളെ വളർത്തുന്നത് എന്തൊക്കെയോ പ്രതീക്ഷകൾ വെച്ചായിരിക്കും നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത്, അല്ലേ? എന്നാൽ അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ മുഴുവനായി കണ്ടോളൂ. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നാളെ നമ്മുടെ മക്കൾ നമുക്ക് എത്തുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് എല്ലാ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത്. നാളെ നമ്മളൊന്ന് കടന്നുപോയാൽ, നാളെ നമുക്കൊന്ന് വയ്യാതായാൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും ഈ കാലം അത്രയും നമ്മൾ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. എന്നാൽ ആ ഒരു വിശ്വാസം നമുക്ക് വേണ്ട. ജീവിതത്തിലെ എല്ലാ സമ്പാദ്യവും മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച മാതാപിതാക്കളുടെ ഒരു കഥയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ളത്. അവരുടെ ആ ഒരു ജീവിതം നമുക്കൊരു പാഠമാണ്. എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ അതിശയമാണ്. ഇത്രക്ക് നന്നായി നോക്കിയ ആ ഒരു മാതാവിനെ ഇവരൊക്കെ കൂടി ഇങ്ങനെ ചെയ്തെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. അവരുടെ കയ്യിൽ ഇന്നൊന്നുമില്ല, വെറും ശൂന്യം. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് എൻ്റെ ഹൃദയത്തിൽ തട്ടിപ്പോയത്. നമ്മളെയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഈ ഒരു വിഷയം നമ്മുടെ ഇന്നത്തെ കാലത്തെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടും. എല്ലാം ഇവരുടെ മക്കൾക്ക് വേണ്ടി ഇവർ ചെലവഴിച്ചു. അവസാനം ഇവരുടെ കയ്യിൽ ഒന്നുമില്ല, ശൂന്യം. നമ്മളൊക്കെ എന്താണ് ചിന്തിക്കുക? നമ്മുടെ മക്കളല്ലേ, നമ്മുടെ മക്കൾ നന്നായാൽ നമുക്ക് തന്നെയല്ലേ നല്ലത് എന്ന്. എന്നാൽ തെറ്റിപ്പോയി മക്കളെ, തെറ്റിപ്പോയി. ഇന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അതൊന്നും നടക്കില്ല. ഇന്നത്തെ മക്കൾ എന്ന് പറയുന്നത് അവർ വിഷമങ്ങൾ അറിയാതെ വളരുന്നവരാണ്. പണ്ട് കാലങ്ങളിൽ അതൊന്നുമല്ല. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞാണ് അവർ വളരുന്നത്. അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞാണ് അവർ വളരുന്നത്. പക്ഷേ ഇന്നത്തെ മക്കൾ അതൊന്നും അറിയാതെയാണ് വളരുന്നത്. നമ്മൾ മാതാപിതാക്കൾ അവരുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. നമുക്ക് എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ മക്കളെ നമ്മൾ അറിയിക്കില്ല. മക്കളെ അത് അറിയിക്കാതെയാണ് നമ്മൾ വളർത്തുന്നത്. പണ്ട് പാവപ്പെട്ട മക്കളെയും പണക്കാരുടെ മക്കളെയും പെട്ടെന്ന് മനസ്സിലാകും. ഇന്ന് മനസ്സിലാവുമോ? ഇന്ന് മനസ്സിലാവില്ല. ഇന്നത്തെ മക്കളെ അങ്ങനെയാണ് വളർത്തുന്നത്. നമ്മൾ ഉണ്ടില്ലെങ്കിലും അവരെ കൊണ്ട് നമ്മൾ ഊട്ടിക്കും. നമ്മൾ കഴിച്ചിട്ടുണ്ടോ എന്ന് അവരറിയുന്നില്ല, അവരെ കൊണ്ട് അറിയിക്കണം. ഇല്ലാത്തവനും ഉള്ളവനും ഇന്ന് ഒരേപോലുള്ള ജീവിതമാണ് നയിക്കുന്നത്. നമ്മുടെ മക്കൾ ആരുടെ മുന്നിലും നാണം കെടരുത്, നമ്മുടെ മക്കൾ ആരുടെ മുന്നിലും തലകുനിക്കരുത് എന്ന് കരുതി നമ്മൾ പണക്കാരുടെ മക്കളെ പോലെ തന്നെ നമ്മുടെ മക്കളെയും നോക്കൂ. കടം വാങ്ങിയും അല്ലാതെയും നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളും അവർക്ക് വേണ്ടി ചെലവഴിക്കും. അങ്ങനെ ചെലവഴിക്കുന്നവരോടാണ് എനിക്ക് ഈ കഥ പറയാനുള്ളത്. അങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു കഥ മുഴുവനായി കേൾക്കേണ്ടത്. ഈ ഒരു ദമ്പതികൾക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. ഉപ്പ അങ്ങ് ദുബായിലാണ്. കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിച്ചുകൂട്ടി മക്കളെയൊക്കെ ഒരാളാക്കി ചെറിയൊരു വീടാക്കി ആ മനുഷ്യൻ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി കഴിയാൻ വേണ്ടി നാട്ടിൽ വന്നു. ഒരുപാട് കാലം പ്രവാസ ലോകത്ത് കഴിഞ്ഞ് ഇനി കുടുംബത്തോടൊപ്പം കഴിയാമെന്നുള്ള ആഗ്രഹത്താൽ നാട്ടിലാണ്. ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ് പറയുക, അടിച്ചു പൊളിച്ചുള്ള ജീവിതമായിരുന്നു. ഉപ്പ പ്രവാസിയായിരുന്നല്ലോ. ഉപ്പ അയക്കുന്ന പണമെല്ലാം ഒരു 5 പൈസ പോലും ഈ ഉമ്മ സമ്പാദിക്കാതെ എല്ലാ മക്കൾക്ക് വേണ്ടി അടിച്ചു പൊളിച്ചങ്ങ് ജീവിച്ചു. അവസാനം അയാൾ നാട്ടിൽ വന്നൊന്ന് ജീവിക്കാമെന്ന് കരുതുമ്പോൾ 5ന്റെ പൈസയില്ല. ഇയാളാണെങ്കിൽ സ്വന്തമായി ഒന്നും സമ്പാദിച്ചിട്ടുമില്ല. എല്ലാം നാട്ടിലേക്കായിരുന്നു അയച്ചിരുന്നത്. ആ പൈസയൊക്കെ ഇവർ അടിച്ചു പൊളിച്ച് ജീവിച്ചു. മക്കളൊക്കെ നന്നായി പഠിച്ചു, നന്നായി വളർന്നു, നല്ല ഭക്ഷണം കഴിച്ചു, നല്ല വസ്ത്രങ്ങൾ ധരിച്ചു. എന്തോ ആയിക്കോട്ടെ, മക്കൾ നന്നായല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു ആ മാതാപിതാക്കൾക്ക്. അങ്ങനെ മക്കൾ വളർന്നു വലുതായി. മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. 3 മക്കളുടെയും കല്യാണം കഴിഞ്ഞു. 1 പെണ്ണ് 2 ആൺമക്കളുമാണ്. അങ്ങനെ സാധാരണ ഒരു പ്രവാസി എങ്ങനെയാണ് മരണപ്പെടുക, എങ്ങനെയാണ് മരണപ്പെടാറ്, അതുപോലെ തന്നെ ഈ പ്രവാസിയും മരണപ്പെട്ടു പോവുകയാണ്. ഒരുപാട് കാലം പ്രവാസ ലോകത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നാട്ടിൽ വന്ന് ജീവിക്കാം എന്ന് വിചാരിച്ചപ്പോൾ അറ്റാക്കായി മരണപ്പെടുകയാണ്. ആ മനുഷ്യനും അറ്റാക്കായി മരണപ്പെട്ടു. മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു.
ഉപ്പ മരണപ്പെട്ട് 1 വർഷത്തോളം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവർ കഴിഞ്ഞു. 3 മക്കളുടെയും കല്യാണം കഴിഞ്ഞു, അവരവരുടേതായ ജീവിതം നയിക്കുന്നു. ഇനിയിപ്പോൾ ഉള്ളത് ഉമ്മയും ആ ഒരു വീടും മാത്രമാണ്. മക്കൾക്ക് ഉമ്മയെ വേണോ വീട് വേണോ? നിങ്ങൾ തന്നെ പറ. ഈ മക്കളുടെ ഇനി ആകെയുള്ളൊരു ലക്ഷ്യം ആ വീട് മാത്രമാണ്, ഉമ്മയല്ല. ആ വീടും സ്ഥലവും വീതം വെക്കണം. അത് തന്നെയാണ് ഈ മക്കളുടെ ലക്ഷ്യം. അങ്ങനെ ഈ മക്കളെല്ലാം കൂടി ഈ ഉമ്മയോട് പറയാണ്, ഉമ്മ നമുക്കെന്തിനാണ് ഇത്ര ഒരു വലിയൊരു വീട്? ഉമ്മാക്ക് മാത്രം ജീവിക്കാനല്ലേ? നമുക്ക് ഈ വീട് വിറ്റ് ഒരു ചെറിയ വീട് ഉമ്മാക്കായി വാങ്ങാം, ബാക്കിയുള്ള തുക നമുക്കൊക്കെ വീതം വെച്ച് തന്നൂടെ? മക്കളുടെ ആ ഒരു ന്യായമായ വാക്ക് കേട്ട് ഉമ്മ വീടും സ്ഥലവും ഒക്കെ വിറ്റു എല്ലാ മക്കൾക്കും ഒരുപോലെ വീതം വെച്ചു. അങ്ങനെ മക്കളൊക്കെ കൂടി താൽക്കാലികമായി ഒരു വാടക വീട്ടിലാക്കുകയാണ് ഈ ഉമ്മയെ. ഉമ്മക്ക് ചെറിയൊരു വീട് വാങ്ങിച്ചു തരുന്നത് വരെ ഉമ്മ ഇവിടെ കഴിയുമെന്ന് പറഞ്ഞ് ഒരു വാടക വീട്ടിലാക്കുകയാണ്. അങ്ങനെ ആ വാടക വീട്ടിലും 1 വർഷത്തോളം ഈ ഉമ്മ കഴിഞ്ഞു. മക്കൾ വാടക കൊടുത്തു. 1 വർഷത്തോളം വലിയ പ്രയാസമൊന്നും ഉമ്മക്ക് തോന്നിയില്ല. പിന്നെ മക്കളല്ല എന്ന് കരുതി ഉമ്മ മക്കളെ സംശയിക്കില്ലല്ലോ. ഉമ്മക്ക് വേറെ ഒരു കണ്ണിലൂടെ മക്കളെ കാണാൻ കഴിയില്ല. ഞാൻ ഇത്രത്തോളം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു കുടുംബത്തിലെ ഒരാളായി മാറിയിട്ടുണ്ടാകും അല്ലേ? ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഉമ്മ വാടക വീട്ടിലാണുള്ളത്. 1 വർഷമായി വീട് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് വീടൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഓരോ മാസവും ഓരോ മക്കളായിട്ടാണ് വാടക കൊടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഈ വാടക കൊടുക്കുന്നത് മുടങ്ങുകയാണ്. 1 മാസം കൊടുത്തില്ല, 2-മത്തെ മാസം കൊടുത്തില്ല, 3-ാം മാസവും കൊടുത്തില്ല. അങ്ങനെ ആ വാടക വീട്ടിൻ്റെ ഉടമ വീട്ടിൽ വന്ന് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ഇനിയും വാടക തന്നില്ലല്ലോ. ഓരോ മക്കളെയും വിളിച്ചു ഈ ഉമ്മ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലില്ല എന്ന് പറയാണ്. ഇത് പറയാനാണെങ്കിൽ ഈ മക്കൾക്കൊന്നും യാതൊരു മടിയുമില്ല. ഇവിടെ എന്താണ് ഈ സംഭവിച്ചത്? ഈ മക്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നുന്നത്? ഇവരെ ഇത്രയധികം ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ വേറൊരു മാതാപിതാക്കൾ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കേണ്ടി വരും. അത്രക്ക് നന്നായിട്ടായിരുന്നു ഈ ഉമ്മ മക്കളെ നോക്കിയത്. ഈ മക്കളെ നോക്കിയത് കൂടിപ്പോയി. എന്താ ചെയ്യാ? മക്കൾ ഈ വാടക കൊടുക്കുന്നില്ല. അങ്ങനെ 4-5 മാസത്തെ വാടക അവിടെ പെൻഡിങ് ആയി. മക്കളൊന്നും ഈ ഉമ്മയെ നോക്കാൻ വരാതെയായി. ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെയായി. ഉമ്മൻ്റെ അടുത്ത് 5-ന്റെ പൈസ ഇല്ല. സമ്പാദ്യമായി ഒന്നും ശേഖരിച്ച് വെച്ചിട്ടുമില്ല. ഉള്ളതെല്ലാം ഉള്ള കാലം അടിച്ചു പൊളിച്ച് ജീവിച്ചു. എല്ലാം മക്കൾക്ക് വേണ്ടി തന്നെയാണ് ചെലവഴിച്ചത്. മക്കളുടെ ആ ദൂർത്തടിക്ക് വേണ്ടി ഉമ്മ നിന്നു കൊടുത്തു. പാവം ഉപ്പ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ, പ്രവാസിയാണ്. അദ്ദേഹം നാട്ടിൽ വന്ന് പ്രയാസത്തിലാണ് അറ്റാക്ക് മൂലം മരണപ്പെടുന്നത്. പ്രയാസമില്ലാതെ ആരും അറ്റാക്കായി മരണപ്പെടില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രവാസികൾ മരണപ്പെടുന്നത് അറ്റാക്ക് മൂലം മാത്രമാണ്. അവസാനം ഈ ഉമ്മ എന്താ ചെയ്തേ? അവസാനം ഈ ഉമ്മക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ഒരു വീട്ടിൽ ഉമ്മ ജോലിക്ക് പോവുകയാണ്. ഉമ്മ ജോലി ചെയ്ത് ആ പൈസ വാടകക്കാരന് കൊടുത്തു, കടമൊക്കെ വീടി. എന്നിട്ട് ആ ഉമ്മ ആ വാടക വീട് ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് ഉമ്മ എവിടെയായിരിക്കും ഇപ്പോൾ നിൽക്കുന്നുണ്ടാവുക? അതന്നെ, ഉമ്മ ആ ജോലി ചെയ്യുന്ന ആ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഒരു ചെറിയൊരു റൂമിൽ ആ ഉമ്മ താമസിക്കുകയാണ്. അവിടെ അടുക്കളയിൽ ജോലി ചെയ്യാണ്. പ്രിയപ്പെട്ടവരെ, അവർ എത്ര മാനാഭിമാനത്തോടു കൂടി ജീവിച്ചവരാണ്. അവരുടെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരുടെ മുന്നിലും തല കുനിക്കാതെയായിരുന്നു ഇവരുടെ ജീവിതം. അത്രക്ക് അഭിമാനത്തോടു കൂടിയായിരുന്നു ഇവർ ജീവിച്ചത്. ഇന്ന് മറ്റുള്ള അടുക്കളയിൽ ജോലി ചെയ്യാണ്. അതിൻ്റെ ഒന്നും നാണക്കേട് ഈ നാണം കെട്ട മക്കൾക്കില്ല. മാനമുള്ളവർക്കേ അഭിമാനം ഉണ്ടാകും. അവർ വളർന്നത് അങ്ങനെയാണ്. അവരൊന്നും അറിയുന്നില്ല. അവരൊരു വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും അറിയാതെയാണ് അവർ വളരുന്നത്. ഉമ്മ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഉപ്പ അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് മക്കളെ. ആ ഒരു വിഷമം അവർക്ക് അറിയിച്ചു കൊടുക്കണം. ഇത് അവരൊന്നും അറിയുന്നില്ല. എന്താ പറയുന്നത് അങ്ങ് വാങ്ങിച്ചു കൊടുക്കുക. ആ പാവപ്പെട്ട മനുഷ്യൻ പ്രവാസ ലോകത്ത് നിന്ന് കഷ്ടപ്പെട്ടതൊക്കെ ഇവരെ അടിച്ചു പൊളിച്ച് തീർത്തു. പ്രിയപ്പെട്ടവർ, ഇത് ജീവിച്ചിരിക്കുന്ന ആളുടെ കഥയായതുകൊണ്ട് തന്നെ ഇതിന് ക്ലൈമാക്സ് ഒന്നും ഉണ്ടാവില്ല. ആ ഉമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇന്നും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മക്കളുടെ മുന്നിൽ ഒരിക്കലും അഭിനയിക്കരുത്. അപ്പോൾ ജീവിതം അഭിനയമായി പോകും. നമ്മുടെ വിഷമങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കണം.
നമ്മുടെ പ്രയാസങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കണം, അങ്ങനെ വളർത്തണം അവരെ. എന്നാലേ അവർക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ, സ്നേഹം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇത് നമ്മൾ അവർക്കൊന്നും വിഷമങ്ങളൊന്നും അറിയിക്കാതെ അങ്ങ് വളർത്തി വലുതാക്കും. അപ്പോൾ അവർ പ്രയാസങ്ങളും വിഷമങ്ങളും സ്നേഹങ്ങളും സ്നേഹബന്ധങ്ങളും അവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഈ ഉമ്മക്ക് ഈ ഒരു ഗതി വന്നത്. അപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടി എല്ലാം അടിച്ചു പൊളിച്ച് അങ്ങ് ചെലവാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 10 പൈസയെങ്കിലും വെക്കണം സുഹൃത്തുക്കളെ. നമ്മുടെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരെയും അനുവദിക്കാൻ പാടില്ല. മക്കളായാൽ പോലും നാളെ നമുക്ക് ഇന്ന ആളുണ്ടാകും മറ്റവരുണ്ടാകും എന്ന് കരുതി ആരും ആ ഒരു പ്രതീക്ഷ വെച്ച് നിൽക്കണ്ട എന്ന്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചില്ലെങ്കിൽ ആരും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. ഈ കഥ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. അവസാനം ലാസ്റ്റ് ഈ ഉമ്മക്ക് ഒരു കോള് വന്നു. ഈ ഇളയ മകൻ്റെ ഉമ്മ എന്നോട് ക്ഷമിക്കണം, ഉമ്മ എനിക്ക് മാപ്പ് തരണം, എൻ്റെ അടുത്ത് ഒരുപാട് തെറ്റുപറ്റി, ഉമ്മ എൻ്റെ വീട്ടിലേക്ക് വരണം, ഇവൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകണമെന്ന്. സംഭവം ഇപ്പോൾ ഈ ഉമ്മയെ വേണമെന്ന് തോന്നിയത് എന്തിനാണെന്നറിയോ? ഇപ്പോൾ ഉമ്മയെ ഇവനിക്ക് ആവശ്യമുണ്ട്. അതന്നെ എന്നാൽ ഇവൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഒരാളെ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ സ്വന്തം ഉമ്മയാകുമ്പോൾ എന്തേ ഇത് കൊടുക്കണ്ടല്ലോ, അത് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു വിടാലോ. അങ്ങനെയാണ് ഇവൻ ഈ ലാസ്റ്റത്തെ മോന് ഈ ഉമ്മയെ അവസാനം വിളിക്കുന്നത്. ഈ ഉമ്മ അത് അന്വേഷിച്ചപ്പോഴാണ് ഉമ്മക്ക് മനസ്സിലായത്. അപ്പോൾ ഉമ്മ എന്നോട് ചോദിക്കുകയാണ്, മോനെ ഞാൻ പോണോ പോകണ്ടയോ? സ്വന്തം മക്കളല്ലേ, വിളിക്കുമ്പോൾ എന്താ ചെയ്യാൻ? അപ്പോൾ ഞാനായ ഉമ്മയോട് എന്താണ് പറയേണ്ടത്? മോൻ്റെ ഭാര്യയുടെ പ്രസവം എടുക്കാൻ ഈ ഉമ്മയോട് പോണമെന്ന് പറയണോ? നിങ്ങൾ തന്നെ പറയാം. ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം, ഉമ്മയെ നമ്മൾ വേദനിപ്പിച്ചാൽ ഉമ്മ നമുക്ക് പുറത്തു തരും. പക്ഷേ പടച്ച റബ്ബ് ഒരിക്കലും അത് പുറത്തു തരില്ല. അതിനുള്ള ശിക്ഷ ഈ ദുനിയാവിൽ നിന്ന് അനുഭവിച്ചിട്ടേ നമുക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. ഉമ്മ പുറത്തു തരുന്നുണ്ടെന്ന് കരുതി ആരും അത് നകളിക്കണ്ട. അപ്പോൾ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ മരിച്ചു പോകാമെന്ന് ആരും വിചാരിക്കണ്ട. ഉമ്മയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചാൽ മതി. ഈ ഒരു കഥ മനുഷ്യരുടെ കഥയായതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ജീവിതവുമായി ചിലപ്പോൾ സാമ്യം തോന്നാം. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് തിരുത്താൻ നോക്കുക. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.